ഇവരാണ് ലേഡീസ് കാസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. ചേട്ടാ, നമ്മളിപ്പോ രേഖാചിത്രത്തിന്റെ സക്സസ് മീറ്റിലെ ജഗദീഷ് അതാണ് ഞാൻ ഇതൊക്കെ അറിയാലോ. താൻ പമ്പുള്ളുണ്ട്. എന്റെ പൊന്നെ തന്നെയാണോ? അങ്ങനെ സീലിക്ക അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരുപാട് ബാംഗ്ലൂർ. ഏത് വർഷം വരെ? ഞാനിപ്പോഴും ബാംഗ്ലൂർ തന്നെയാണ്. ഞാൻ ബാംഗ്ലൂർ പഠിച്ചത്. ഞാനും ബാംഗ്ലൂർ പഠിച്ചത്. രമേശ് ബാംഗ്ലൂർ പഠിച്ച അങ്ങനെ ബുദ്ധിയാവോ നമുക്ക്? അങ്ങനെ എങ്ങനെയാണ്? വളരെ ചുരുക്കം പേർക്ക് വരും. ചുരുക്കം പേർക്കേ ഉള്ളൂ അത്. Like why did he get it? ഈ പയ്യന്മാരും അതുപോലെ തന്നെ ഫുട്ബോൾ ഈ ട്വിൻസ് ആയിട്ടുള്ള ട്വിൻസിനെ വേണം എന്നുള്ള ഇതില് നമ്മള് ഉണ്ടാക്കിച്ചതാണ്. അല്ല സിനിമയിൽ അങ്ങനെ പെട്ടെന്നൊന്നും വന്ന് കയറുന്നവർക്കൊന്നും ഇത് പറ്റിയ ഫീൽഡല്ല എന്ന് മനസ്സിലായി. അത് അനുപെട്ടെന്നുള്ളൊരു പാഠമാണ്. അയ്യോ, ഉറപ്പായിട്ടും. ധ്യാനിൽ നിന്ന് എന്തെങ്കിലും പാഠമുണ്ടോ? പാടല്ല, ഞാൻ ഒരുപാട് പാട് കിട്ടും. അങ്ങനെ. പക്ഷെ നിങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ നമുക്ക് വിഷമാവും. കാരണം ആസിഫിക്കൊക്കെ എപ്പോ കണ്ടാലും പേരൊക്കെ വിളിക്കുന്ന, അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ഞാൻ ആസിഫിക്ക് എന്റെ പേര് വിളിച്ചില്ലല്ലോ. അങ്ങനെ ഒരു അവസരം വരെ എത്തിക്കരുത്. തോന്നി ഞാൻ അടുത്ത ചോദ്യം വരാൻ പോയിരുന്നു. രാഷ്ട്രീയമൊക്കെ ധ്യാൻ എങ്ങനെ ധ്യാൻ അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഈ ജോലി ഇത് ചെയ്യുന്നില്ലേ? സത്യം പറയാം, വൈചേട്ടന് അങ്ങനെ വയസ്സ് പറയണതിൽ പ്രശ്നമില്ലാത്ത ഒരാളാന്ന് എനിക്കറിയാം. എന്ത് യങ്ങൊന്നല്ലല്ലോ. ഞാനല്ലേ തീരുമാനിക്കണ്ടേ? എന്നാണല്ലേ? അപ്പൊ എങ്ങാണ് ഞാൻ ഈ മൈക്കൂരിച്ച് പോവാട്ടാ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഉറക്കം ഒഴിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിരുന്നു? എനിക്ക് രാത്രി ഉറക്കം വെച്ചിരിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. അതറിയാം. എങ്ങനെ അറിയാം? കേട്ടിട്ടുണ്ട്. ആരെടുത്തുന്ന? എന്ന് ചേട്ടാ, ഞാൻ രാത്രി ഉറക്കം ഒഴിച്ചിരിക്കുന്നത് ശബ്ദം പോലെ തന്നെ അടുത്തേക്ക് വരണല്ലോ. കേട്ടിട്ടുണ്ടെന്ന് പറയാം. ഉറക്കം ഒഴിച്ചിരിക്കണേ. ആരെങ്കിലും പറഞ്ഞിട്ടില്ല. ഇതിന് ഊഹിക്കണം അങ്ങനെ. ശൈലിയായിട്ട് രാത്രി ഉറക്കം ഒഴിച്ചിരിക്കുക. ഞാനങ്ങനെ സ്ഥിരം പറയുന്നത് ശ്രീനിയുടെ അടുത്ത്. അല്ല അല്ല തമാശയാക്കണ്. അല്ല തമാശയാക്കണ്ടട്ടാ. എന്നെ ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞു. ആരാന്ന് പറഞ്ഞത്? ശ്രീനിയോ? ശ്രീനിയോ കാണണല്ലോ ഷോ ചെയ്യുമ്പോ. ഒരാളെ പറ്റിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്നാ. അവസാനത്തെ സിനിമ വരെ എടുക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമയിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം അടുത്ത സിനിമ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെയ്യണ്ട. പങ്ക്ച്വാലിറ്റിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യമായിരിക്കും, ചിലപ്പോൾ വലിയ കാര്യം. ഇങ്ങനെ ചെയ്യണ്ട. അല്ല, പല വെബ്സൈറ്റിലൊക്കെ ഈ മരിക്കുന്നതിനേക്കാൾ മുമ്പ് കാണേണ്ട സിനിമകൾ, വായിക്കേണ്ട പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സെക്ഷനുകളും പങ്ക്തികളൊക്കെ വരുമല്ലോ. മരണത്തിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം, എനിക്കിത് ചെയ്തേ പറ്റൂ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. എല്ലാ ആഗ്രഹമാണ്, പക്ഷെ ആഗ്രഹം നടക്കില്ല. അതെന്താ? എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ? മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് നടന്നാൽ സിനിമ വരുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ സിനിമകളും ചെയ്യാൻ തുടങ്ങി. ഒരു ആവറേജ് കഥയും പിന്നെ നമ്മളടുത്ത് വരുന്ന എക്സ്ട്രോർഡിനറി കഥയൊന്നും നമ്മളടുത്തോട്ട് വരില്ല. നമ്മളടുത്ത് വരുന്ന തട്ടിയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മളടുത്ത് വരും. നമുക്ക് വരുന്നത് നമ്മൾ ചെയ്യുന്നു. പുതുമുഖ സംവിധായകർ വരുന്നത്, അവർക്കൊക്കെ അവരെ സിനിമ നന്നാക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന സംവിധായകന്മാരും പുതിയ ബാലൻസുമാണ് വരുന്നത്. അപ്പൊ അവർക്കും ഇത് ഓടണം എന്ന് വാശിയുള്ള ആൾക്കാരാ. പിന്നെ അവിടെ എന്റെ ഇതിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. എന്നെക്കാളും പാഷനോട് കൂടി വരുന്ന
സംവിധായകർ കൊണ്ടുപോയിട്ട് അവരുടെ പടം പൊട്ടിക്കണം, പൊട്ടട്ടെ. Yeah, that body's a blessing, girl. മതിയായി സൈഡായിട്ട് ധ്യാൻ ആസ്വദിക്കുന്ന ഇന്റർവ്യൂ ആണ് ഇത് നടന്നെങ്കിൽ ഇതൊന്ന് പോയി ബഹിരാകാശത്തിന് അപ്പുറേ പോയതായിരിക്കും തോന്നണത്. എല്ലാം കണ്ടിട്ടില്ലല്ലോ. നിനക്കിന്നൊരു റിലാക്സ് ഉണ്ടല്ലേ? അല്ലേ? അല്ല ഇങ്ങനെയല്ല. അല്ലല്ല, നമ്മൾ ഒരാൾ കയറി പോകുമ്പോ സഹായിച്ചു കൊടുക്കണം. ഇത് ഈ താരപ്പകിട്ട് എന്തായാലും ജയന്തി ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഈ താരപ്പകിട്ട് എന്ന് പറയുന്ന ഈ ഷോ ഫസ്റ്റ് മുതൽ ആങ്കർ ചെയ്യുന്നത് ജയന്തി തന്നെയാണ്. അതെ. അതെന്താ അവർക്ക് അന്ന് വേറെ ആരും കിട്ടിയില്ലായിരുന്നു? അസീസ് പക്ഷെ അങ്ങനെയല്ല. അല്ല, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് നീ അഭിനയം നിർത്തിയത്. ചേട്ടനാണോ അങ്ങനെ വന്ന പോലെ അങ്ങനെ കാണരുത്. വീട്ടില് വെറുതെ വീട്ടിലാ എന്തോ പരിപാടി ഒന്നുമില്ല. വന്നു നീ വരുമ്പോ നിന്റെ ഡ്രസ് ഇട്ടോണ്ട് നീ തന്നെ നിനക്കുള്ള തുണിയും കൂടെ കണ്ടുപിടിച്ചോണ്ട് വരണം. ഇവിടെ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ ചേട്ടാ അല്ലേ വേണ്ട പിന്നെ പറഞ്ഞ ഡ്രസ് എടുക്കാൻ പറയാൻ വിളിച്ച, പക്ഷെ പോലീസുകാരനാ. കഥ വിട് വീണ അടുത്ത പിടിക്കേ. ഒന്നും പറയണില്ല ഡയറക്ടർ. എനിക്കൊന്നും പറയാനില്ല, ഇവര് പറയട്ടെ. പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. പേർക്കല്ലേ അതിന്റെ ഗുണം ഉണ്ടാകുന്നുള്ളൂ. ആ 50 പേർക്കോ 100 പേർക്കോ 200 പേർക്ക് വേണ്ടി അങ്ങനെ സമയം കളയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ല വേണ്ടത്. ഈ നേരിട്ട് കണ്ടതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാകുന്നത് കൂടുതൽ? വീണയെ നേരിട്ട് കണ്ടിട്ടാണോ ഇത്രയും നാൾ ആളുകൾ വീണയുടെ അഭിമുഖങ്ങൾ കേട്ടത്? അല്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ അഭിമുഖേ കാണുന്നവരില്ല. ഇതിൽ ഏറ്റവും മുതിർന്ന ഒരു വിവാഹ ജീവിതം ഏറ്റവും കൂടുതൽ കാലം നയിച്ച ഒരാളെന്ന നിലയിൽ ഈ വിവാഹിതനാകാൻ പോകുന്ന ആനന്ദേട്ടനോട് ജഗദീഷ് ഏട്ടൻ എന്ത് ഒരു സജഷൻ കൊടുക്കും, അഭിപ്രായം കൊടുക്കും? വേണ്ട, അവൻ കേട്ടില്ല. ഫേവറേറ്റ് ബുക്ക് വായിച്ചതിൽ ഏറ്റവും